നമുക്ക് വ്യാസദർശനത്തെ എങ്ങനെയാണ് അദ്ദേഹം ഈ കഥയിൽ സന്നിവേശിപ്പിച്ചത്, കഥയായി പരിവർത്തിപ്പിച്ചത് എന്നൊന്ന് സ്വാമിജി. അതിനകത്തൊരു രസകരമായൊരു ഘടകം, വ്യാസന് നമ്മുടെ ഭൗതിക തലത്തിൽ നമ്മൾക്ക് 3 മക്കളാണുള്ളത്. ശുഗൻ, വിചിത്രവീരൻ. പോട്ടെ, വിചിത്രവീരൻ്റെ പരമ്പര ചെന്ന് നിൽക്കുന്നത് ധൃതരാഷ്ട്രനിലും പാണ്ഡുവിലും കൗരവരിലും പാണ്ഡവരിലുമാണ് നിൽക്കുന്നത്. അവർ ആ 3 കഥാപാത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ 3 പേരും കൂടി ചേർന്ന് ധർമ്മത്തെയും മോക്ഷത്തെയാണ് പ്രതിപാദിക്കുന്നത്. അർത്ഥകാമങ്ങൾ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്, അവരെല്ലാം കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. പഠിപ്പിക്കേണ്ട 2 വിഷയങ്ങളേ ഉള്ളൂ ലോകത്തിൽ. 2 വിഷയങ്ങളെ വേദത്തിന് പഠിപ്പിക്കാനുള്ളൂ, ഋഷി പരമ്പരയ്ക്ക് പഠിപ്പിക്കാനുള്ളൂ, ധർമ്മവും മോക്ഷവും. അത് 2 പ്രതിനിധികളാണ്. ഒന്ന് ശുഗൻ, മോക്ഷത്തിൻ്റെ മാത്രം വക്താവ്, ജീവിക്കുന്ന വക്താവ്, ഭാഗവതം ഉപദേശിക്കുന്ന ആൾ, ഭക്തിയുടെ വക്താവ്. പിന്നെ ധർമ്മത്തിൻ്റെ 2 ഭാവങ്ങൾ. ഒന്ന് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ധർമ്മം ഉപയോഗപ്പെടുത്തും. ഭീഷ്മർക്കും ദ്രോണർക്കും ഒക്കെ ദുര്യോധനം അനുസരിക്കേണ്ടി വരുന്നത് ദുര്യോധനം പറയുന്ന നിയമങ്ങളാണ്. നിയമം അനുസരിച്ച് അവരത് ചെയ്യണം. രാജാവിന് കീഴ്വഴങ്ങി നിൽക്കണം, രാജാവ് പറയുന്നത് അനുസരിക്കണം. ആ നിയമങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇതിനെയൊക്കെ വളച്ചൊടിക്കാൻ പറ്റും. ഇന്ന് ലോകം ഭരിക്കുന്നത് ജനാധിപത്യത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. നിയമപ്രകാരം പലതും ശരിയാണ്, പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വാർത്ഥപൂർണ്ണത്തിന് വേണ്ടി നിയമത്തെ വ്യാഖ്യാനിക്കുന്നു, വളച്ചൊടിക്കുന്നു, ദുർവ്യാഖ്യാനം ചെയ്യുന്നു, എല്ലാ സംബന്ധവും കാണിക്കുന്നു, നമ്മളെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നു.